ഹലോ ഗൈസ്. ഹലോ ഗൈസ്, ഇറ്റ്സ് ആലി. ഞങ്ങൾ ഫോട്ടോ വരട്ടെ. ഇന്ന് അമ്മയുടെ അച്ഛന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളെ കൊണ്ടുവന്നില്ലേ എന്നാണോ? ആലു ഇസുവിന് ഇത് ശീലമാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ ആലുവിന്റെ മോൻ നോക്കും, ആലു കരയുന്നില്ലെന്നേ ഉള്ളൂ. പോയിട്ട് വരാട്ടോ, പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ. ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് പാലൊക്കെ എടുത്തു വെച്ചിട്ടാണ് പോകുന്നത്. എടുത്തു വെച്ചിട്ടാന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിങ് പമ്പുണ്ട്, അപ്പൊ അത് പമ്പ് ചെയ്ത് വെച്ചിട്ടാ പോകുന്നത്. പോട്ടെ മക്കളെ, പോയിട്ട് വരാം. ടാറ്റാ. ഓ ശരി, ടാറ്റ. പക്ഷേ അധികമൊന്നും അബ്സോർബ് ചെയ്യില്ല, ഒരു ടൈമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. വെറൈറ്റി കളർ എന്തുവാ ഇതെന്റെ ഇതുവിടുന്ന് മേടിക്കാനാ. ഇവിടെ ആവണം ഇപ്പോഴും. അവ ആകെ ഇത്രയും കൂടി ഇല്ല. ഞാനും അവനോട് കളിക്കും. ഇസു ആലും കൂടെ ബോൾ കൊടുക്കാൻ ഓടും. നല്ല കട്ടിയുള്ള കേട്ടോ, വലിയ പിള്ളേർ. ഇതെന്തുവാ? കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാ, ഡോക്ടറിന്റെ സാധനങ്ങളും സ്റ്റെതസ്കോപ്പ് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഇപ്പഴെന്തായാലും വേണ്ട. എന്താ അത്? ടീച്ചറാണ് ഇത്. വലിയ റേറ്റ് ഇല്ല, 125, 175. എന്ത് കിട്ടിയാലും കുട്ടികൾക്ക് വായി വെക്കാനുണ്ടല്ലോ. വേണോ ഇത്? പക്ഷേ വീഴൂ, പക്ഷെ മീൻസ് വേഗം അവൻ്റെ വായിലാക്കും. അധികം ക്വാളിറ്റി ഇല്ല. മേടിച്ചാ ആലിമോനൊരു സാധനം വാങ്ങി. ആലിമോന് മുടി ഇല്ലെങ്കിലും മുടി വളരും. സോ ആലി ഇതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സൂര്യചേട്ടാ, സൂര്യചേട്ടാ, അവൾ ആരുടെ കൂടെ പോകുന്നു? അവൾ ആരുടെ കൂടെ പോകുന്നു? ഫുഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണ് കാണില്ല ഗൈസ്, നല്ല വിഷം. വാലന്റൈൻസ് ഡേ ഓഫർ ആണോ? ഹലോ മിസ്റ്റർ, എന്തൊക്കെയാ മേടിച്ചേ? എന്തൊക്കെയോ ലൊട്ടിലൊടുത്ത സാധനങ്ങൾ. അമ്മ ഇപ്പൊ എടുക്കുന്നില്ല കേട്ടോ, കൈ കഴുകിട്ട് എടുക്കാവേ. ഇത് കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ ചാടി വന്നടാ ഇത്? പശു ഇതൊരു ചാടരുത്, പശു ചാടരുത്. എടാ ലുലു ചോറൊന്നും കഴിച്ചില്ലേ ഇന്ന്? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പറ. ഏതേ സന്തോഷത്തില് രണ്ടുപേരും കൂടെ ഒരു കളിപ്പാട്ടത്തിന്റെ അടി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും സന്തോഷം ഇളകി കേൾക്കുന്ന കേട്ടപ്പോ. വലിയ കാര്യത്തിൽ അങ്ങനെ ഇപ്പൊ സ്ക്രീൻ കാണണ്ട കേട്ടോ. ഞാൻ ബാക്ക് ഫോണാണേ. കുഞ്ഞാവൻ തന്നെ ഏതോ കണ്ടോ, വെഡിങ് ആനിവേഴ്സറി കേക്കാണ്. കേക്ക് തിന്നണം എന്നുള്ള ഉദ്ദേശത്തിൽ ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ വട്ടവും ഞാനാണ് ഇതുപോലുള്ള പരിപാടി എല്ലാം ചെയ്തത്, അതുകൊണ്ട് അതിനകത്ത് റൈറ്റിംഗ്സ് ഉണ്ടായിരിക്കും. അതെ നന്നായിട്ടുണ്ട്. ഇപ്പൊ കേക്കിന്റെ കൂടെ
ക്യാപ്ഷൻ കൊടുക്കാൻ എന്തൊരു പൊട്ടനാ മനുഷ്യ നിങ്ങള്. സാരമില്ല, സാരമുണ്ട്. നമുക്ക് ആ പാട്ടങ്ങ് പാടാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒറ്റയ്ക്ക് ഇരുന്ന് പാടിക്കോ, ഞാൻ പാടും. എനിക്കറിയാം നിനക്ക് കേക്ക് തിന്നാനാണ്. ഇപ്പൊ തരാൻ കേക്ക് സൂര്യനെയാണ് കിട്ടാനുള്ളത്. കേക്ക് മുറിക്കുമ്പോൾ കേക്ക് ഇഷ്ടനാലിക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇഷ്ടനാലിക്ക് പ്രത്യേകം ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അതെടുത്ത് ആദ്യം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറി അവളെ മകനെ മാത്രമേ വേഗം പോകും. ഹാപ്പി ആനിവേഴ്സറി, മൂന്നാമത്തെ ആനിവേഴ്സറി. കഴിക്കും. വീഡിയോഗ്രാഫർ നോക്കത്തില്ല, വരത്തില്ല. എന്ത് കൊടുക്കൂടി തിന്നുന്നതിന് പകരം കളിപ്പാട്ടം കൊണ്ട് അവൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മാത്രമേ ഉള്ളതുകൊണ്ട് അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവന് ഇസുനാലിക്ക് കഴിഞ്ഞിട്ട് കളിപ്പാട്ടം വാങ്ങിയപ്പോ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ഏതൂട്ടനെ. അപ്പൊ ഇതോടെ ഏതൂട്ടന് കളിപ്പാട്ടം ഉണ്ട്. തിന്നൂടോ മോനെ, നീ ഒരു 5-6 മാസം കഴിക്കും. അപ്പൊ നമുക്ക് മധുരമാക്കും. 1 വയസ്സ് വരെ നിനക്ക് മധുരം തന്നു കേടാ കേടാ. പിന്നെ ഞാൻ ഇതിനെപ്പോ നിന്റെ മുമ്പിൽ തിന്നുന്നില്ല, കൊതിയായിട്ടാണ്. ആരൊക്കെ ഇഷ്ടമാണ് നോക്കല്ലേ, നാളെ തിന്നട്ടെ. എന്റെ മോൻ കേക്കിന് വേണ്ടി കുറെ താടുന്നില്ല കേട്ടാ. എന്റെ ഏത് മോൻ അവന്റെ മുമ്പിൽ ഞാൻ തിന്നു. ഒന്നും വീട് സന്തോഷമൊന്നും വന്നിട്ടില്ല. ആ കേക്കായിരുന്നെങ്കിൽ അത്ര സന്തോഷം വന്നിട്ടില്ല കേട്ടാ. എന്നെ നോക്കുന്നുണ്ടോ? മമ്മയുടെ പാല് മാത്രമേ കുടിക്കാവൂ. ഇനി 1 മാസം കഴിയുമ്പോ ചെറുതായിട്ട് കൂരൊക്കെ കുടിക്കാം കേട്ടോ. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഗിഫ്റ്റ് കൊടുത്തില്ലേന്ന് വെച്ചാല് സൂർജേട്ടൻ നേരത്തെ ഇട്ടിരുന്ന ബെസ്റ്റ് ആണ് ആ ടീഷർട്ട് ഞാൻ കൊടുത്തതാണ്. ആ പാൻസും ഞാൻ കൊടുത്തതാ. കൊള്ളാമല്ലോ, നല്ലല്ലേ? എന്റെ സെലക്ഷൻ ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ. പക്ഷെ എന്റെ ഇഷ്ടപ്പെട്ടെടുത്തതാ. പിന്നെ സൂർജന്റെ ഞാൻ ഒരു ഹൂഡിയും കൂടെ മേടിച്ചായിരുന്നു. പക്ഷെ അളവ് കറക്റ്റ് ആയില്ല, റിട്ടേൺ ചെയ്തു. സർപ്രൈസ്. ഓക്കെ ബൈ. കേക്ക് തിന്നുന്നില്ലേ? അമ്മ കഴിച്ചില്ലോ. ഇസുവാലിയും അവരുടെ ബർത്ത്ഡേക്ക് ഉള്ള കേക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഈ പാട്ട് കേൾക്കുമ്പം അല്ലെങ്കിൽ ഈ ടോൺ കേൾക്കുമ്പോഴത്തേക്കും ഓടി ചാടി വരുന്നത്. പക്ഷെ ആ കേക്ക് അത്ര ഇഷ്ടമല്ല ഇല്ലേ? അതിന് ചോറിനകത്ത് വരട്ടി കൊടുക്കാം. ഇത് ചിക്കൻ ആൻഡ് ലിവോ ഗ്രേവിയാണ്. ഇത് പിന്നെ എന്തുവാ, മീറ്റ് ചങ്ക്സ് ഇൻ സോസ്. ഇതില് ഫസ്റ്റ് എനിക്ക് എടുത്തപ്പോ ഇത് ഞങ്ങൾ ഒരു വട്ടം കൂടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഡേറ്റ് ഒക്കെ നോക്കിയാണ് എടുത്തത്. എന്താന്ന് അറിയാതെ പിടിച്ചോ. ഓക്കെ, അവര് കുഴപ്പമൊന്നുമില്ല കേട്ടാ.
ആ അവന് കേക്കിന് ഇച്ചിരി കൊതി ഉണ്ടായിരുന്നു. ഇപ്പൊ കളിപ്പാട്ടം കിട്ടിയപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. അത് നേരെ പോലെ ആ കേക്കിന് എടുത്തത് അത് എടുത്തിട്ടെങ്കിൽ വെച്ചോ, അല്ലെങ്കിൽ അവൾ അവിടെ നിന്ന് മാറത്തില്ല. വേണ്ട, അവിടെ തപസിരിപ്പും തുടങ്ങി. അവിടെ തപസിരിപ്പ്. അത് കേക്കിന് മാത്രമല്ല കേട്ടോ, കേക്ക് തിന്നാൻ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം, അതിനോട് വേണ്ടിയിട്ടാ. കേക്ക് കൊടുത്തില്ലെങ്കിലും, കേക്ക് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. ഫസ്റ്റ് ഇല്ലേ നമ്മുടെ ഇവള് ഏകദേശം ഒരു 2 മാസമായ സമയത്ത് നമ്മൾ അന്ന് ഫസ്റ്റ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ 38 ദിവസം കൊണ്ടുവന്ന സമയത്ത് അന്ന് 2 മാസം പോലും ആയിട്ടില്ല. ശരിയാ, 1.5 മാസമേ ആയിട്ടുള്ളൂ. അന്ന് നമ്മൾ ഇച്ചിരി പൊടിക്ക് വായിച്ചെടുത്താ, പിന്നെ നമ്മൾ കൊടുത്തിട്ടില്ലേ. അതിനോട് വർത്താനം കളിയൊക്കെ ആയി. ആദ്യം കൊണ്ട് പിടിച്ചില്ല, അതാ കേക്കിന്റെ മനസ്സിൽ ഇരുന്നിട്ട് അത് പോയി. ഞാൻ അപ്പുറത്ത് വായി നോക്കാൻ പോയി. അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അന്നേരം ജസ്റ്റ് 2 മാസം ആയുള്ളായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മയുടെ കൂടെ ചേട്ടാ നോക്കൂലേ, അമ്മ അവിടെ ഒളിച്ചു വെക്കതേ, അമ്മ ഇങ്ങോട്ട് വരത്തില്ല. അമ്മ ഒരുങ്ങാത്തത് കൊണ്ടാ പാവ അമ്മ. ടാറ്റാ.